എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഏകദേശം 80ഓളം പാർട്ടിസിപ്പൻസ് ഓൾറെഡി നമ്മുടെ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇടയ്ക്ക് കുറച്ചുപേര് കണക്ഷൻ പ്രോബ്ലം കാരണമാണെന്ന് തോന്നുന്നു വിട്ടുപോകുന്നുണ്ട്. എന്തായാലും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പോലെ 2:45 വരെ നമ്മൾ മീറ്റിംഗ് ഹാളിലേക്കുള്ള എൻട്രി ആർട്ടിക്കൽ കാര്യങ്ങളെല്ലാം നോക്കുകയായിരുന്നു. ഇപ്പൊ എല്ലാവരും ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി പുതിയ ജോയിനേഴ്സും വരും, അവരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും. ആദ്യമായി നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു 30 സെക്കൻഡ് നേരം മൗന പ്രാർത്ഥന. അടുത്തായി നമുക്ക് നമ്മുടെ അനുശോചന കുറിപ്പാണ്. നമ്മുടെ ഈ മഹാവ്യാധിയിൽ ദുഃഖം അനുഭവിക്കുന്നവരും അതുപോലെ മഹാവ്യാധിയിൽ മരിച്ചുപോയവരുടെയും കഴിഞ്ഞ പെട്ടെന്നുണ്ടായ പ്രളയത്തിന്റെയും അതുപോലെ കോഴിക്കോടുണ്ടായ വിമാനാപകടത്തിൽ മരിച്ചവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്കൊരു 30 വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു എവരി വൺ. എന്റെ പേര് അനിൽ നായർ. മെസ്സേജിൽ കൂടെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നെ, എന്നാൽ നേരിട്ട് എല്ലാവരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു വിർച്വൽ മീറ്റ് നടത്താൻ സൂം മീറ്റിംഗും അതുപോലുള്ള സാങ്കേതിക വിദ്യയ്ക്കും നന്ദി പറയുന്നു. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിന്റെ മാസ്റ്റർ ഓഫ് സെറിമണി ഞാനായിരിക്കും. നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നെയോ മധുവിനെയോ സുധീർ അനിൽ മേനോനെയോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇത്ര ഒരു ശ്രമം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിൻ്റെതായിട്ടുള്ള ഉണ്ടാവും. പക്ഷെ എന്താവശ്യം വന്നാലും ഞാൻ ഗ്രൂപ്പിൽ എല്ലാവരുടെയും നമ്പർ ഉണ്ട്. ഏത് ഗ്രൂപ്പ് കാണാവുന്നതാണ്. അത് അഡ്മിൻ ഓൺലി മാത്രം മെസ്സേജ് ആക്കി വെച്ചിട്ടുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം. അടുത്തായി സ്വാഗത പ്രസംഗത്തിന് ഞാൻ സുധീർ മേനോനെ ക്ഷണിക്കുന്നു. സുധീർ, ഓവർ ടു യു. യെസ്, താങ്ക് യു അനിൽ. ഗുഡ് ഈവനിങ് ടു ഓൾ. എന്തായാലും ഈ വെർച്വൽ മീറ്റിംഗ് ഇങ്ങനെ ഉള്ള കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിപ്പിച്ച് എന്തായാലും നന്നായി എന്ന് കൂട്ടാം. ഇന്ന് നമുക്കറിയാം, നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ദിവസം കൂടിയാണ്. എല്ലാവർക്കും ഒഴിവുള്ള ദിവസം തിരഞ്ഞെടുത്താണ്. എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റിയതിലും വളരെ സന്തോഷം. നമുക്ക് ഈ സന്തോഷ അവസരത്തിൽ നമ്മളിപ്പോൾ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. റാഫേൽ വരെ വന്നു കഴിഞ്ഞു. നമ്മുടെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊന്നും നോക്കാതെ നമ്മുടെ ഇന്ത്യയുടെ പൈതൃകം എത്രത്തോളം മനോഹരമായ പൈതൃകമാണ്, നമ്മൾ ഈ രാജ്യത്താണല്ലോ ജനിച്ചത് എന്ന് ആലോചിച്ച് നമ്മൾ അതിൽ ആത്മനിർവൃതി കൊള്ളണം. അഭിമാനപൂരിതമാകണം നമ്മുടെ അന്തരംഗങ്ങളെല്ലാം. നമുക്കറിയാം, പണ്ട് പാശ്ചാത്യർ നമ്മുടെ കളിയാക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാളവണ്ടികളുടെയും അതുപോലെ തന്നെ പാമ്പാട്ടുകളുടെയും നാടാണ് ഭാരതം എന്നാണ് പണ്ട് കളിയാക്കിയിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ സംസ്കാരം തന്നെ ഉടലെടുത്തത് 7000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിലെ സിന്ധു നദിയുടെ സംസ്കാരമാണ്. അതുപോലെ തന്നെ വേൾഡിലെ ഒരു ജലസേചന പദ്ധതി, ആദ്യത്തെ ഒരു ജലസേചന പദ്ധതി 2000 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതും മഹാരാഷ്ട്രയിലെ സൗരാഷ്ട്രയിലാണ്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ഗൾഫ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ മണൽ തന്നെയാണ്. അവിടുത്തെ കാല് തൊട്ട് കഴിഞ്ഞാൽ മുഴുവൻ മണലാണെങ്കിലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ മണൽ ഉൽപ്പന്നം നടത്തുന്ന രാജ്യവും ഭാരതം തന്നെയാണ്. ലോകത്തിൽ ആദ്യമായി ഒരു തിമിര ശസ്ത്രക്രിയ നടത്തിയ രാജ്യവും ഭാരതമാണ്. അതുപോലെ തന്നെയാണ് പ്ലാസ്റ്റിക് സർജറിയും. ലോകത്തിലെ വലുപ്പത്തിൽ വെറും 7ാം സ്ഥാനം മാത്രമുള്ളൂ നമ്മുടെ ഭാരതത്തിന്. പക്ഷേ ഏറ്റവും കൂടുതൽ സമയം സൂര്യപ്രകാശം ലഭിക്കുന്ന രാജ്യവും ഭാരതം തന്നെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള രാജ്യവും ഭാരതമാണ്. അതുപോലെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും ഭാരതമാണ്. നമുക്കറിയാം, ഈ നമ്മുടെ പൂജ്യം എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ലോകത്തിന് സംഭാവനയായി കൊടുത്ത് നമ്മുടെ ഭാരതത്തിൽ നിന്നാണ് പോയത്. അതുപോലെ തന്നെ മാനവ വിഭവശേഷിയിൽ എവിടെ വെച്ച് നോക്കുകയാണെങ്കിലും ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നതിൽ ഭാരതത്തെ വെല്ലാൻ വേറൊരു രാജ്യമില്ല എന്നുള്ളതാണ്. കമ്പ്യൂട്ടറൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ടാവും. പക്ഷേ ഈ കമ്പ്യൂട്ടർ ഓടാൻ ആവശ്യമായ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഏറ്റവും കൂടുതലുള്ള രാജ്യം നമ്മുടെ ഭാരതമാണ്. ജോമെട്രിയും കാൽക്കുലസും അതുപോലെ തന്നെ ട്രിഗണോമെട്രിയും എന്താണെന്ന് മാത്തമാറ്റിക്സിനോട് പറഞ്ഞു കൊടുത്ത രാജ്യം നമ്മുടെ ഭാരതമാണ്. എന്തിനേറെ പറയുന്നത്, ലോകത്തിലെ എല്ലാ മനുഷ്യരും ധരിക്കുന്ന ഷർട്ട്, ആ ഷർട്ടിൻ്റെ ബട്ടൺസ് കണ്ടുപിടിച്ച രാജ്യവും ഭാരതമാണ്. 1903 ഡിസംബർ 27 റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിക്കുന്ന എത്രയോ മുമ്പ് തന്നെ
മനുഷ്യനും ആകാശത്തിലൂടെ പറക്കാൻ സാധിക്കും എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് രാമായണത്തിലൂടെ പുഷ്പവിമാനത്തിലൂടെ ലോകത്തിന് സംഭാവനയായി കൊടുത്തതും ഭാരതം തന്നെയാണ്. കമ്പ്യൂട്ടറിനെക്കാളും അതിവേഗത്തിൽ കണക്കൂട്ടാൻ കഴിവുള്ള ശകുന്തളാദേവി ജനിച്ച നാടും ഭാരതം തന്നെയാണ്. സഹസ്രാബ്ദങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഗാന്ധിജിയുടെ നാടും നമ്മുടെ ഭാരതം തന്നെ. ലോക ക്രിക്കറ്റിൽ 60 ലോക റെക്കോർഡിന് ഉടമയായ സച്ചിൻ ടെണ്ടുൽക്കർ ജനിച്ച നാടും ഭാരതം തന്നെയാണ്. നമുക്കറിയാം നോബൽ സമ്മാന ജേതാവായ പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന നമ്മുടെ മദർ തെരേസ, അവരും കർമ്മഭൂമിയായി തിരഞ്ഞെടുക്കാൻ വേറൊരു രാജ്യം നോക്കിയില്ല, ഭാരതം തന്നെയാണ് വന്നത്. ചെസ്സിന് 3 ഫോർമാറ്റുകളുണ്ട് ചെസ് കളിയിൽ. എന്നാൽ ഈ ചെസ് കളിയിലെ 3 ഫോർമാറ്റുകളിലും ആദ്യമായി ലോക ചാമ്പ്യനായ വിശ്വനാഥ് ആനന്ദിന്റെ രാജ്യവും ഭാരതം തന്നെയാണ്. 104 ഉപഗ്രഹങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള റോക്കറ്റ് ഉണ്ടാക്കാൻ കഴിവുള്ള, സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ കഴിവുള്ള, ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് കണ്ടുപിടിച്ച, റാഫേൽ വരെ വന്നു ചേർന്ന ഏറ്റവും സുശക്തമായ കരനാവിക വായുസേനയുള്ള ഒരു രാജ്യത്തെയും ഇതുവരെയും അങ്ങോട്ട് കയറി ആക്രമിക്കാത്ത ഒരു രാജ്യമുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, അത് ഇന്ത്യയാണ്. നമുക്ക് ഈ 74ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് അഭിമാനം കൊള്ളാം. എൻ്റെ ഡ്യൂട്ടിയിലോട്ട് ഞാൻ കിടക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ വെർച്വൽ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ നമുക്ക് എല്ലാവർക്കും അറിയാം. FBയിൽ നമ്മളെല്ലാം പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ, അതും 1-2 പോസ്റ്റും ഓരോ കമൻറ്റിനും മറുപടി പറഞ്ഞുകൊണ്ട് 24 hours ആക്റ്റീവായിരിക്കുന്ന നമ്മുടെ ശ്രീമതി വിമല കാരാട്ടാണ്. നമുക്ക് അവരെ ആദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്ത നമുക്കറിയാം, നമ്മുടെ FB മീറ്റും GCC മീറ്റും വന്നപ്പോൾ തന്നെ GCC അലിമിയുടെ ഭാഗവും അപ്പുറത്തും ഒരു കാല് വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ FBയിലും ഒരു കാല് വെച്ചുകൊണ്ട് 2 കൂട്ടരെയും ഒരുമിച്ച് കൊണ്ടുപോകാനായി അഹോരാത്രം പണിയെടുത്ത ആ കോഡിയൽ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ നാരായണൻകുട്ടിയേട്ടൻ, എല്ലാവരുടെയും കുട്ടിയേട്ടനായ നാരായണൻകുട്ടിയേട്ടൻ നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. നമുക്കറിയാം അലുമിനി മീറ്റ് എന്ന് പറഞ്ഞാൽ GCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പേരെ പെട്ടെന്ന് ഓർമ്മ വരുള്ളൂ. ഒരു സംശയം വേണ്ട, ആ പേര് മറ്റാരുമല്ല, ജയദേവൻ എന്ന് പറയുന്ന പേരാണ്. അപ്പോൾ നമുക്ക് ശ്രീമാൻ ജയദേവൻ സാറിനെ നമ്മുടെ അലുമിനി മീറ്റിന്റെ ഭാഗമായി GCC FB മീറ്റിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യാം. ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു സംഘടനയുടെ ഏറ്റവും വലിയ പോസ്റ്റാണ്, ഒരു തർക്കവുമില്ല. പക്ഷേ പ്രസിഡന്റിന് സുഗമമായി കാര്യങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ എന്തിനും സപ്പോർട്ടായി കൂടെ നിൽക്കുന്ന സെക്രട്ടറി വേണം. രവീന്ദ്രനാഥ് എന്ന് പറയുന്ന ആക്റ്റീവായിട്ട് സെക്രട്ടറിയാണ് നമ്മുടെ GCC അലുമിനി മീറ്റിന്റെ സുഖകരമായ നടത്തിപ്പിന് എല്ലാം മുന്നിൽ പോകുന്നെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ മീറ്റ് ഇങ്ങനെയൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും FBയിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അനിൽ മേനോൻ എന്ന് പറയുന്ന വ്യക്തി ബിഹൈൻഡ് ദ കർട്ടനാണ് എപ്പോഴും. പക്ഷേ വേണ്ട കാര്യങ്ങളിലെല്ലാം വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് ആവശ്യമായ സന്ദർഭങ്ങളിൽ കറക്റ്റായ കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് ഈ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, അഡ്മിൻ ഗ്രൂപ്പ് ആയിക്കോട്ടെ, അതിലെല്ലാം വളരെ പ്രസക്തമായ കാര്യങ്ങൾ മാത്രം വേണ്ട സമയത്ത് പ്രസന്റ് ചെയ്തുകൊണ്ട് പോകുന്ന മിസ്റ്റർ അനിൽ മേനോൻ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വിമല ചേച്ചിക്ക് നല്ല സപ്പോർട്ട് കൊടുത്തുകൊണ്ട് എപ്പോഴും ആക്റ്റീവായിട്ട് 2 പേര് ഓൾ ഇൻ ഓൾ ആയിട്ട്, നകുല ലക്ഷ്മണൻ അല്ലെങ്കിൽ രാമലക്ഷ്മണൻ പോലെ ഒരുമിച്ച് വിമല ചേച്ചിക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് അനിൽ നായരും അതുപോലെ തന്നെ മധുവും. ഒരു സംശയവുമില്ല. കാരണം ഈ FB ഗ്രൂപ്പിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഓരോ ദിവസവും പോസ്റ്റ് ഇട്ടുകൊണ്ട്, ഓരോ ആൾക്കാരുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തുകൊണ്ട്, ഓരോ ആൾക്കാരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വിഷ് ചെയ്തുകൊണ്ട്, ഒരാൾക്ക് എന്താണ് വേണ്ടത് ആ സമയാസമയമുള്ള റെക്കഗ്നേഷൻ കൊടുക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്ന മധുവിനെ, അതുപോലെ തന്നെ അതിന് സപ്പോർട്ടായി കൂടെ നിൽക്കുന്ന നമ്മുടെ വെർച്വൽ മീറ്റും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അനിൽ നായരെയും നമുക്ക് ഒരുമിച്ച് വെൽക്കം ചെയ്യാം, 2 പേരെയും. ഫ്രണ്ട്സ്, നമുക്കറിയാം, ഇന്നിങ്ങനെ ഒരു മീറ്റ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രചോദനമായ ഒരു സ്പാർക്ക് ഇങ്ങനെ കണ്ടക്ട് ചെയ്യാന്നുള്ള അഡ്മിൻ ഗ്രൂപ്പിൽ വന്നെങ്കിലും അതിന് ആ ഒരു അഭിപ്രായം ഇട്ടപ്പോൾ 3-4 ടെസ്റ്റ് ഡോസ് പോലെ നമുക്ക് കണ്ടക്ട് ചെയ്താലോ എന്ന് പറഞ്ഞ് ഇട്ടപ്പോൾ അതിന് കൈ കൊടുത്ത് തംസപ്പ് കൊടുത്ത് വന്നത് നമ്മുടെ GCCയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഒരു സംശയമില്ല. ഒരു മീറ്റിംഗ് ആയിക്കോട്ടെ, എന്ത് പരിപാടി ആയാലും അതിൽ ഏറ്റവും ആ പ്രോഗ്രാം ഏറ്റവും വിജയം വരിക്കുന്നത് അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും അറിയാം, ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല സ്ഥലത്ത് പല പല പൊസിഷനിൽ ഇരിക്കുന്ന മഹാന്മാരാണ് GCCയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ഓരോരുത്തരുമെങ്കിൽ നിങ്ങളുടെ മഹനീയ സാന്നിധ്യമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. നിങ്ങളെല്ലാവരെയും ഈ അഡ്മിന് വേണ്ടി, അഡ്മിൻ ഗ്രൂപ്പിന് മൊത്തമായി വേണ്ടി ഹാർദവുമായി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഓവർ ടു അനിൽ.
Thank you, Sudhir. Thank you for your wonderful welcome speech. ജസ്റ്റ് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഒന്ന് പെട്ടെന്ന് പറയുകയാണ്. എനിക്ക് അറിയാവുന്ന കുറച്ചുപേരെ ഞാനിപ്പോ പാർട്ടിസിപ്പൻസ് ലിസ്റ്റിൽ കണ്ടതുകൊണ്ട് ഏകദേശം 90 പേരോളം ഓൾറെഡി നമ്മുടെ ഈ മീറ്റിംഗ് ചെയ്ത് അതില് തിരുവനന്തപുരം മുതൽ ന്യൂഡൽഹി വരെ ഉണ്ടവരുണ്ട്. അതേപോലെ അട്ടപ്പാടി മുതൽ സൗത്ത് ആഫ്രിക്കയിലുള്ളവർ വരെ ഇപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും UK നിന്നും എനിക്ക് അറിയാവുന്ന ചിലരുടെ പേരുകൾ എല്ലാവരും ഏത് രീതിയിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. എന്നാലും എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന അവരുടെ പേരുകൾ കണ്ടിട്ടും ഞാനതൊന്ന് നിങ്ങളുടെ അടുത്തൊന്ന് പറയാമെന്ന് ഉദ്ദേശിച്ചു. ഏകദേശം 90ഓളം പേര് ഓൾറെഡി ഇപ്പൊ നമുക്ക് ലൈവായിട്ട് നമ്മുടെ ഈ മീറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാനൊന്ന് നിങ്ങളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്തായി ഉദ്ഘാടന പ്രസംഗത്തിനായി നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ഒരുപക്ഷെ കാലങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ച വിമല ചേച്ചി എന്നൊക്കെ പറയാവുന്ന പോലെ വിമല ചേച്ചിയോളം ഒരുപക്ഷെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇത്രത്തോളം വിർച്വലി ആക്റ്റീവ് ആയിരിക്കുന്ന ഒരാളെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് അത് സാധിക്കാറില്ല. ഈ പ്രായത്തിലും കാലത്തോ ഉച്ചയ്ക്കോ വൈകിട്ടോ സമയം നോക്കാതെ ആക്റ്റീവ് ആയിരിക്കുന്ന എല്ലാവരുടെ ഫോൺ കോളും ഒക്കെ അറ്റൻഡ് ചെയ്ത് വളരെ ആക്റ്റീവ് ആയിരിക്കുന്ന വിമല ചേച്ചി ഇങ്ങനെ തന്നെ കുറെ കാലം ഇരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വിമല ചേച്ചിയെ നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഓവർ ടു വിമല ആന്റി. വിമല കാര, പ്ലീസ് വെൽക്കം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും ഈ വെർച്വൽ മീറ്റിന് എല്ലാവരും വന്ന എല്ലാവരെയും ഞാൻ ഈ വെർച്വൽ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെയൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് മാമാങ്കം 2 സെക്കൻഡ് മീറ്റിന് കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ കൊറോണ വന്ന കാരണം നമുക്ക് നിങ്ങളെ ആരും കാണാനും പറ്റിയില്ല, നേരിട്ട് സംസാരിക്കാനും പറ്റിയില്ല. എന്നാലും ഇപ്പോൾ ഇങ്ങനെ ഒരു മീറ്റ് അറേഞ്ച് ചെയ്ത് തന്ന മധു, സുധീർ, അനിൽ മേനോൻ, അനിൽ നായർ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇങ്ങനെ ഒരു മീറ്റ് അറേഞ്ച് ചെയ്തതിൽ സന്തോഷമുണ്ട്. അതിൽ നിങ്ങൾ ഓരോരുത്തരും പേഴ്സണലായിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടല്ലോ ഇവിടെ. ഒരുപാട് സന്തോഷം. എസ്പെഷ്യലി പ്രദീപ് കുമാർ ഫ്രം ഖത്തർ. അദ്ദേഹം നമ്മുടെ അഡ്മിനാണ്. കുറെ കാണാറില്ല, ഇവരെ ഒന്നും നമ്മൾ ആരും കാണാറില്ല. നമ്മൾ കുറച്ച് അഡ്മിൻസിനെ മാത്രമേ കാണാറുള്ളൂ. പക്ഷെ പ്രദീപ് കുമാർ ഇന്ന് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ശശി ചെങ്ങമനാട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? ശശി ചെങ്ങമനാടിന്റെ ഒരു മെസ്സേജ് ഞാൻ കണ്ടു. ശശി ചെങ്ങമനാടിനും എന്റെ സ്വാഗതം പ്രത്യേകിച്ച് വന്നതിന്. ഓരോരുത്തർക്കും എല്ലാവരും, മിനിയുണ്ട്, കുറെ പേരുണ്ട് നമ്മുടെ GCCയിലെ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. നിങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടു കൂടി ഞാൻ വെൽക്കം ചെയ്യുന്നു. ഓക്കെ, ബൈ, സീ യു. താങ്ക് യു വിമല ആന്റി, താങ്ക് യു സോ മച്ച്. യഥാർത്ഥത്തില് നമ്മുടെ മാമാങ്കം 2ന്റെ പണിപ്പുരയില് ആയിരുന്നു സത്യം പറഞ്ഞാല് ഞങ്ങളെല്ലാവരും. അതിനുള്ള ഒരു ഡേറ്റും ഒക്കെ തിരഞ്ഞെടുത്തിരുന്നു. നിർഭാഗ്യവശാൽ നമ്മൾ ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട്. അത് നടത്താനായി പറ്റിയില്ല. ഇതൊരിക്കലും അതിന് പകരമാവില്ല എന്ന് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അത് പൂർണ്ണ ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും മാമാങ്കം 2 പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വളരെ ഔപചാരികതകളൊന്നും ഇല്ലാതെ ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ടും നമ്മുടെ നാട്ടില് അവധി ദിവസം ആയതുകൊണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ലഹരിയിലും എല്ലാവരും ഇരിക്കുമ്പോൾ നമ്മളൊന്ന് കണ്ടുമുട്ടാമെന്ന് വിചാരിച്ചാണ്. അതിന് ഇത്രയും വലിയൊരു പാർട്ടിസിപ്പേഷൻ ഈ കൃത്യസമയത്ത് തന്നെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തായി നമ്മുടെ അലുമിനി അപ്ഡേറ്റിനായി വിമലാന്റിയെ പോലെ അല്ലെങ്കിൽ എന്താണ് രവീന്ദ്രൻ സാറിനെ പോലെ ഞങ്ങളെക്കാളൊക്കെ വളരെ ആക്റ്റീവായി ഓരോ കാര്യങ്ങളിലും ജയദേവൻ സാറിന്റെ ആ ഒരു ഇൻവോൾവ്മെന്റും ഓരോ തവണ വിളിക്കുമ്പോഴും ജയദേവൻ സാർ അതിനുവേണ്ടി കണ്ടെത്തുന്ന ആ സമയവും എല്ലാം വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ജയദേവൻ സാറിനെ പോലെ ഉള്ള നമുക്ക് ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഇത്രയും കഴിവും അനുഭവപരിചയവും ഉള്ള ഒരാള് നമ്മുടെ അലുമിനി അസോസിയേഷന്റെ പ്രസിഡന്റായി ഇരിക്കുക എന്നുള്ളത് തന്നെ ഞാൻ ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ജയദേവൻ സാറെ അലുമിനി അപ്ഡേറ്റിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ജയദേവൻ സാർ, ഓവർ ടു യു. ജയദേവൻ സാർ കേൾക്കുന്നില്ല. എല്ലാവർക്കും എന്റെ നമസ്കാരം. നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി.
നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അടുത്ത മാർച്ച് വരെ ഒരു മാമാങ്കത്തിന് വേണ്ടി എല്ലാവരുടെയും മുഖം ഒന്ന് കാണാൻ വേണ്ടി, ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാൻ മാനസികമായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മധു പറയുന്നത്, സാർ ഇങ്ങനെ ഒരു ആശയമുണ്ട്, അത് രൂപപ്പെട്ടു വരുമെന്നാണ് തോന്നുന്നത്. വലിയ സന്തോഷം തോന്നി. കാരണം ഇവിടെ ഞങ്ങള് ഒരു ചെറിയൊരു ടീം നമുക്ക് അലുമിനിയുടെ പേരിൽ കോളേജിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കോളേജിന്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അത് നമ്മുടെ ഈ അലുമിനി എന്നുള്ള ബോഡി അപ്പുറത്തെ ലൈവ് ആക്കി വെക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റും. അതുകൂടാതെ നമ്മുടെ കോളേജില് വളരെ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് പലതരത്തിലുള്ള സഹായങ്ങളും സപ്പോർട്ടുകളും ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ലോക്കലായിട്ട് അവൈലബിൾ ഉള്ള ആ ടീം നമ്മുടെ അലുമിനി എന്നുള്ള മേജർ വലിയ ബോഡിക്ക് വേണ്ടിയിട്ട് വളരെ കാര്യനിരതമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത് അങ്ങനെ പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് കോളേജിൽ തന്നെ നമുക്ക് അലുമിനിക്ക് വളരെ കൂടുതൽ സ്ഥാനമുണ്ട്. പ്രിൻസിപ്പൽ തന്നെ, അല്ലെങ്കിൽ കോളേജിന്റെ ടീച്ചേഴ്സ്, കമ്മ്യൂണിറ്റി തന്നെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പം അലുമിനിയെ ഓർക്കാറുണ്ട്, നമ്മളെ ഫോൺ ചെയ്യാറുണ്ട്, ഇങ്ങനെ വിഷയമുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ സക്രിയമായിട്ടൊരു പങ്കാളിത്തം നമുക്ക് കോളേജിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതും, അതുപോലെ അലുമിനി എന്നുള്ള ഒരു ബോഡി വളരെ സജീവമായിട്ടുള്ള ഒരു സംഘടനയാണ്, ഒരു വലിയ സുഹൃത്ത് വലയമാണ് കോളേജിന്റെ എന്ന് സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും കൂടെ അത് നിലനിർത്തണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ വളരെ പഴയ തലമുറയിൽപ്പെട്ട ഞാൻ അധികകാലമൊക്കെ ഇതിനകത്ത് തുടരാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അതിനുള്ള അടിത്തറ പാകിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ മുൻകരുതലും, ഒരു വലിയൊരു ടീമായ ലീഡേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ എല്ലാവർക്കും ആശംസകൾ. ഈ പരിപാടി വളരെ നന്നായിട്ട് തുടരട്ടെ. പിന്നെ ഇപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്കൊരു അവസരം തന്നതിന് നന്ദി. വിമല ചേച്ചി നന്ദി. ജയദേവൻ സാറ് പറഞ്ഞതുപോലെ വളരെ നന്ദി ജയദേവൻ സാർ. പെട്ടെന്ന് ഒരു കാര്യം, അതായത് ജയദേവൻ സാർ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു ഓർമ്മയിലേക്ക് പോയത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു GCC വാട്സപ്പ് ഗ്രൂപ്പും കാര്യമൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു സമാന ചിന്താഗതിയുള്ളവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സൂം മീറ്റിംഗ്, അതിനിങ്ങനെ പ്രത്യേകിച്ച് വിശദീകരിച്ച ഒരു ടൈം ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം തോന്നുന്നു എന്നാ പിന്നെ ഇന്നൊരു സൂം മീറ്റിംഗ് ആവാല്ലേ. അങ്ങനെ ഞങ്ങള് കഴിഞ്ഞ തവണ നടത്തിയൊരു ജൂലൈ മാസം ഇടയ്ക്കിടയ്ക്ക് അത് നടക്കുന്നതാണ്. അപ്പോഴാണ് പെട്ടെന്ന് തോന്നിയത് എന്തുകൊണ്ട് നമുക്കൊരു GCC മീറ്റ് നടത്തിക്കൂടാനുള്ള ഒരു ആശയം പെട്ടെന്ന് വന്നത്. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്ന് എനിക്ക് ഇങ്ങനെ പറയുമ്പോൾ ഓർമ്മ വരുന്നത്, നമ്മുടെ രമേശ് ഗ്രൂപ്പിൽ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ GCC പൂർവ്വ വിദ്യാർത്ഥിയും ദയാ ചാരിറ്റബിൾ അസോസിയേഷൻ സൊസൈറ്റിയുടെ ചെയർമാനുമായ രമേശ് ഞാൻ കണ്ടിരുന്നു. രമേശിന്റെ ഏതോ ഒരു സംസാരത്തിൽ പറഞ്ഞു, പിന്നെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ സമയം കുറിച്ചു, അംഗം കുറിച്ചു, ഡേറ്റ് കുറിച്ചു, പിന്നെ കമ്മ്യൂണിക്കേഷനായി. അപ്പോ നിങ്ങളുടെ ഓരോരുത്തരുടെയും പാർട്ടിസിപ്പേഷൻ, ഏകദേശം 90ഓളം പേരുള്ള അംഗങ്ങളായിട്ട് വന്ന് ഇവിടെയുള്ള നിങ്ങളുടെ പാർട്ടിസിപ്പേഷനാണ് ഇത്തരം പരിപാടികളെല്ലാം ഗംഭീരമാക്കുന്നത്. അതിന്റെ അണിയറയിൽ എന്തൊക്കെ പ്രവർത്തിച്ചാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മളിങ്ങനെ ഒരു സെഷന് ലൈവ് വരുമ്പോഴോ ഒരു പ്രോഗ്രാം നടക്കുമ്പോഴോ ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉള്ളപ്പോൾ ആ ഒരു സന്തോഷം സംഘാടക സമിതികൾ എല്ലാവർക്കും നൽകുന്നതും അതുപോലെ തന്നെ അതിന്റെ അമരത്തിരിക്കുന്ന എല്ലാവർക്കും നൽകുന്നതും നിങ്ങളെപ്പോലെ തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതാണ് ഇതിന്റെ പുറകിലുള്ള ഇത്തരം ഒരു സന്ദർഭത്തിലേക്ക് ഇപ്പൊ നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചതിന്റെ പിന്നിലുള്ള വർക്കുകളും. താങ്ക് യു സോ മച്ച് ജയദേവൻ സാർ. ജയദേവൻ സാറിനെ പോലെയും വിമലാന്റിയെ പോലെയും എല്ലാ കാര്യത്തിലും, അതായത് ഞാൻ ഒരുപക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു കാര്യം ഈയിടെ അടുത്ത് ഓർമ്മിക്കുന്നത്, ന്യൂസ് പേപ്പറില് ഒന്ന് ന്യൂസ് കൊടുക്കണം എന്നുള്ള ഒരു ആശയം വന്നു. അപ്പൊ തന്നെ കൊടുത്തു. നമ്മുടെ 2-3 ന്യൂസ് പേപ്പറുകളിൽ കൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണത്തിലേ വന്നുള്ളൂ. അപ്പോ ഞാന് നമ്മുടെ അസോസിയേഷന്റെ സെക്രട്ടറി ആയ രവിയേട്ടനോട് ഇത് വിളിച്ചു പറയുന്നു. എനിക്ക് തോന്നുന്ന അരമണിക്കൂർ പോലും എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് വാട്സപ്പ് നോക്കുമ്പോഴത്തേക്ക് ഓൾറെഡി ലെറ്റർ ഹെഡിലുള്ള അരമണിക്കൂറിലല്ല 15 മിനിറ്റ്. ഞാനൊന്ന് കൃഷി സ്ഥലത്താണ്, ഇപ്പൊ തന്നെ ശരിയാക്കായിട്ടോ അനിൽ പറഞ്ഞു. 15 മിനിറ്റ് ഞാൻ നോക്കുമ്പോൾ അതിന്റെ ലെറ്റർ ഹെഡിലുള്ള അവർക്കുള്ള കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി ചെയ്ത് സ്കാൻ ചെയ്തിട്ടുള്ള ഒരു കോപ്പിയാണ് വന്നത്. എല്ലാ കാര്യത്തിനും വളരെ ആക്റ്റീവായി സമയവും ഒന്നും നോക്കാതെ നമ്മുടെ അസോസിയേഷന്റെ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഹെൽപ്ഫുൾ ഹാൻഡ് ആയിട്ടുള്ള ശ്രീ രവിയേട്ടനെ, സ്നേഹപൂർവ്വം രവിയേട്ടൻ എന്ന് വിളിക്കുന്ന
രവീന്ദ്രനാഥിനെ ഞാൻ ഒരു 2 വാക്ക് പറയാനായി ക്ഷണിക്കുന്നു. രവിയേട്ടൻ, ഞാൻ എഗൈൻ ക്ഷമിക്കണം, എന്തോ സാങ്കേതിക തകരാറുകൾ കാരണം ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ചിലയിടത്തൊക്കെ വർക്കിംഗ് ഡേ ആയതുകൊണ്ടും എന്നോട് ശ്രീ ശശികുമാർ ചെമ്മങ്ങാട്ട് പറഞ്ഞിരുന്നു, അനിൽ ഞാൻ കുറച്ച് നേരത്തെ പോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോ മിസ്റ്റർ ശശികുമാർ ചെമ്മങ്ങാട്ട് അർപ്പിക്കാനായിട്ട് മിസ്റ്റർ ശശികുമാർ ചെമ്മങ്ങാട്ട്. അനിൽ ശശികുമാറാണോ? മധു സ്പോട്ട് ചെയ്യാം. അല്ല, അതിൽ എനിക്ക് അഡ്മിനോട് പറയാനുള്ളത്, എന്റെ രണ്ട് ഐ ഡി ഉണ്ട്. അതിലെ പിക്ചർ കാണുന്ന ഐ ഡി അൺമ്യൂട്ട് ചെയ്യാനുള്ള അനുവാദം തരുമോ? Okay, is it okay? I can talk? Yes, സംസാരിച്ചു. Okay, എന്റെ പേര് ശശികുമാർ ചെമ്മങ്കാട്ട് എന്നാണ്, സോഷ്യൽ മീഡിയയിൽ കാണുക. ഞാൻ ബേസിക്കലി ചിറ്റൂരിൽ നിന്നാണ്. ചിറ്റൂർ കോളേജിൽ പഠിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം പറയുമ്പോൾ 78 മുതൽ 81 വരെയാണ്. അതിനുശേഷം ഞാൻ ബാങ്കിൽ ജോലി കിട്ടി, അങ്ങനെ ഒരു യാത്ര തുടങ്ങി, ജീവിതയാത്ര എന്ന് പറയുന്ന പോലെ. ഇന്നിപ്പോൾ ഞാൻ ഒരു ഇന്റർനാഷണൽ ബാങ്കിൽ ദുബായിൽ വർക്ക് ചെയ്യുന്നു, കുടുംബസമേതം എന്ന് പറയാം. ഇപ്പോൾ മോൻ പഠിക്കുന്നത് മംഗലാപുരത്താണ്, അതുകൊണ്ട് അവിടെയും ഞാനിവിടെ ദുബായിലും വർക്ക് ചെയ്യുന്നു. ഈ അലുമിനിയുടെ പരിപാടിയായാലും ശരി, GCC ജോയിന്റ് ആയി നടത്തുന്ന എന്ത് പരിപാടികളുണ്ടെങ്കിലും എനിക്ക് അറിയാവുന്നതാണ്. പറ്റാവുന്ന രൂപത്തിൽ ഫിസിക്കലായിട്ടുള്ള പ്രസൻസ് ഇല്ലെങ്കിലും അല്ലാതുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ എന്നാലാവുന്ന പോലെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അത് വിമലക്കാരായിട്ടായാലും ശരി, നാരായണൻകുട്ടിയായാലും അനിലായാലും ആര് തന്നെ ആയാലും ബന്ധപ്പെടുന്ന സമയത്ത് നമ്മളാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അലുമിനി ഈ രൂപത്തിലുള്ള പരിപാടികൾ നടത്തുന്നു എന്നുള്ളത് ശ്ലാഘനീയമാണ്. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഓർഗനൈസേഴ്സ് ഉണ്ടാവുക, ഇതെല്ലാം നടപ്പിലാക്കുക എന്ന് പറയുന്നത് ചില്ലറപ്പെട്ട കാര്യങ്ങളല്ല. ഞാനും പല ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ, അത് വിർച്വൽ മീറ്റിംഗ് ആയാലും ശരി, ഫേസ് ടു ഫേസ് ആയാലും ശരി, ഫിസിക്കൽ മീറ്റിംഗ് ആയാലും ശരി, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതെല്ലാം തന്നെ നല്ല രൂപത്തിൽ മനസ്സിലാക്കുന്നു. ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ ഒരു മഹാമാരിയിലും നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ വളരെ ഭംഗിയാക്കാനും പറ്റും, ഇതിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ ഇനിയും പറ്റും. ഇനി ഇമ്പ്രൂവ്മെന്റ് ഏരിയാസ് ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഏത് രൂപത്തിലാണോ ഇപ്പോൾ GCCക്കോ അല്ലെങ്കിൽ നമ്മുടെ അലുമിനിക്കോ ഒരു ദുബായ് ചാപ്റ്ററൊക്കെ പണ്ടുണ്ടായിരുന്നായിരുന്നു, പിന്നീട് അത് സ്വയം നശിച്ചു പോവുക അല്ലെങ്കിൽ നാമാവശേഷമാവുകയോ ചെയ്ത് അതെല്ലാം പുനഃസംഘടിപ്പിക്കുവാനും ബാക്കിയുള്ള ഓരോ ഡിഫറെന്റ് കൺട്രീസിലുള്ള ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനും ഉള്ളൊരു പരിപാടികളൊക്കെ ആവണമെങ്കിൽ ഈ ഒരു GCCയിലോ അല്ലെങ്കിൽ UAEയിലോ അതിൻ്റെയൊക്കെ നേതൃത്വം എടുക്കാൻ നമുക്ക് പറ്റാവുന്ന കൂടുതൽ ആൾക്കാരുണ്ട്. അവരെല്ലാം സംഘടിപ്പിക്കുവാനും ഞാൻ തയ്യാറാണ്. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ആശംസകൾ എല്ലാവർക്കും നൽകുന്നു. അതുപോലെ തന്നെ ഇത് വെച്ചടി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓർഗനൈസേഴ്സിന് ഒരിക്കൽ കൂടി ആശംസകളും അഭിവാദ്യങ്ങളും നേരിടുന്നു. അത് പാലക്കാട് പ്രവാസി സെന്റർ എന്നൊരു സംഘടന തന്നെയുണ്ട്, പാലക്കാട് ഇപ്പം നിലവിലുണ്ട്. അത് പാലക്കാട് പ്രവാസി സെന്റർ എന്ന് പറയുന്നത് പ്രവാസികളായ പാലക്കാടുകാർ എല്ലാവരും കൂടെ ഒരു സിംഗിൾ പോയിന്റ് ഓഫ് കോൺടാക്ട് ആണ്. അപ്പോൾ പാലക്കാട് പ്രവാസി സെന്ററിന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തർക്കും ഈ അലുമിനിക്കും ഈ കൂട്ടായ്മയ്ക്കും അഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. മറ്റു പരിപാടികൾ ഏകദേശം അറിയിക്കുന്നതിനനുസരിച്ച് പങ്കെടുക്കാൻ തയ്യാറാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, അഭിവാദ്യങ്ങൾ. Thank you so much, Mr. Shashikumar, for joining with us. Kingdom അറിയാം and നേരത്തെ പോകണമെന്ന് അറിയാം. ഞാൻ ഇരുന്ന് അല്ലെങ്കിൽ ഒരു ശരിയായിട്ടുള്ള പൊസിഷനിൽ അല്ലാതെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നതിന് എന്നെ ക്ഷമിക്കണം. എനിക്ക് ഒരു ചെറിയൊരു ചികിത്സ കഴിഞ്ഞിട്ട്, ഒരു ആയുർവേദ ചികിത്സ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഇരിക്കാൻ സാധിക്കില്ല. അപ്പൊ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു. പിന്നെ ഞാൻ നേരത്തെ നമ്മുടെ ഇൻവൈറ്റ് മീറ്റിംഗിൽ പറഞ്ഞതുപോലെ ആശംസകൾ അർപ്പിക്കാനും അതുപോലെ സ്മരണകൾ പങ്കുവെക്കാനും ഓർമ്മകൾ പങ്കുവെക്കാനും കലാപരിപാടികൾ അവതരിപ്പിക്കാനും നമ്മൾ പ്രത്യേക ഒരു പ്രോഗ്രാം ചാർട്ടൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിലും സ്വന്തമായിട്ട് മുന്നോട്ട് തീർച്ചയായിട്ടും വരാം. ഉണ്ടെങ്കിൽ കൂടെ എനിക്കിങ്ങനെ ലിസ്റ്റിൽ ഏകദേശം 85 ഇൻഡിവിജ്വലായിട്ട് വിളിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്വമേധയാ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് കൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഞാനിപ്പോ നോക്കിയപ്പോ ഐ ക്യാൻ സി രമേഷ് വാസ് ദർ ഫ്യൂ മിനിറ്റ്സ് ബാക്ക്. വി ഹാവ് അലുമിനിയുടെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് എല്ലാ സഹായവും ചെയ്യുന്ന ശേഷാദ്രിയെ കണ്ടിരുന്നു, സഞ്ജയ്, ഹരീഷ്, ശാന്ത, വിജയ്. ആരെയും പേരെടുത്ത് പ്രത്യേകം വിളിക്കുന്നില്ല.
floor is open. Anyone can, all of you are welcome. I will not say anyone, but rather I might say all of you, which including Meera Tharoor from Mozambique, up to E.V. Ramesh from Collingwood, or Maja from Muscat, and so on. Some of the names എനിക്ക് അറിയാവുന്ന പെട്ടെന്ന് വിളിച്ചാണ്. വിജയരാഘവൻ സാർ കോയമ്പത്തൂർന്ന്. The floor is open. Pradeep sir and Catherine. I can see my classmate all the way from Chennai, Pradipha Nair. I don't know whether she has planned some program of her daughter today. I'm not very sure about it. We have not taken any such list. So the floor is open for everyone for the next few minutes. Yes. ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അൺമ്യൂട്ട് ആക്കി തരും. Yes, Sudhir, anything you wanted to add? യെസ്, ഹാൻഡ് റൈസ് ചെയ്താൽ മതി. റിയാക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അൺമ്യൂട്ട് ചെയ്ത് തരും. മിനിമം എല്ലാവരും 1 മിനിറ്റ് എങ്കിലും ഒരു ഇൻട്രൊഡക്ഷനും എവിടെയാണ് എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി പോയി കഴിഞ്ഞാൽ നന്നായിരിക്കും. Okay, Anita, unmute. മധുവിൽ നിന്ന് തന്നെ വേണമെങ്കിൽ തുടങ്ങാം. ഞാൻ പിന്നീട് വരാം. അബ്ദുൽ നാസിനെ കാണുന്നുണ്ട്, ഞാന് അജിതേ ബാലസുബ്രഹ്മണ്യൻ സാറുണ്ട് കോഴിക്കോട്. ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ സഹായിക്കുന്ന ബാലസുബ്രഹ്മണ്യൻ സാറുണ്ട്. ബിജു പോൾ സാറിനെ കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. സർ വിജയകുമാർ സർ സംസാരിക്കാം. മധു, അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഹാൻഡ് റൈസ് ചെയ്യുന്നവർക്ക് അൺമ്യൂട്ട് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ എല്ലാം കൂടി അൺമ്യൂട്ട് ആയി പോകും. ഹാൻഡ് റൈസ് ചെയ്തവർക്കാണ് കൊടുത്തത്. വിജയകുമാർ സർ സംസാരിച്ചോളൂ. Hello, happy Independence Day to each and everyone. Hello, are you able to hear? I am able. Yes, audible sir. Hello. Audible. You are quite audible. Madhu, can you change the spotlight to him, please? Madhu, spotlight. Okay. Happy Independence to each and everyone. Yes, sir. Okay, I am very glad to be along with all of our friends today, and I'm very thankful to the seniors who are all been to make this occasion possible today on online, and it's a time of online everywhere. So everybody be accustomed to come online and meet everyone, and I'm thankful to everyone. Hello. Yeah, audible sir. അതെ, അപ്പൊ വളരെ നന്ദി പറയാ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന്. പലവടിയും പുറത്തു പോകാനും എല്ലാരും കാണാൻ പറ്റാത്ത സമയത്ത് ഇങ്ങനെ എല്ലാരും അറ്റ്ലീസ്റ്റ് ഓൺലൈനിൽ കാണാൻ പറ്റുക പറഞ്ഞതിന് വലിയ കാര്യമാണ്. ആൻഡ് I think the 90 people, I think would have been given chance for everybody to introduce their name and is. Any people who were not know me, I am Vijay Kumar. I am staying in Bangalore, still working for Indigo Paints. ഞാൻ പാലക്കാട് ചിറ്റൂർ കൊടുവായിരുന്നാണ് കേട്ടോ. യെസ് പറഞ്ഞോളൂ സർ. താങ്ക് യു. That's it. ഓക്കെ, അടുത്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ മധു ഇമ്മീഡിയറ്റ്ലി അവർക്ക് സ്പോട്ട്ലൈറ്റ് അൺമ്യൂട്ട് ചെയ്യും. Thank you so much, വിജയകുമാർ സർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഔപചാരികതകളൊന്നും ഇല്ലാതെ ചെയ്യാണ്. നമ്മുടെ GCC നിന്ന് പഠിച്ച് പാസ്സായി പൂർവ്വ വിദ്യാർത്ഥികളായി കലാമേഖലകളിലൊക്കെ വളരെയധികം പ്രാഗൽഭ്യവും പ്രാവീണ്യവും തെളിയിച്ച കുറച്ചുപേരും നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അറിയിക്കാം. അപ്പോ ഒരു ഔപചാരികത ഇല്ലാതെ എല്ലാവരോടും മുന്നോട്ട് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അനിൽ, നമുക്ക് അടുത്ത് രവിയേട്ടനെ വിളിക്കാം. രവിയേട്ടനെ ഞാൻ വിളിച്ചിട്ട് രവിയേട്ടന്റെ മൊബൈലില് മധു ഇപ്പൊ രവിയേട്ടൻ അവൈലബിൾ ആണ്.
കേൾക്കുന്നുണ്ട്. സ്പോട്ട് ചെയ്യൂ രവിയേട്ടനെ നേരത്തെ വിളിച്ചിരുന്നു. ഓക്കെ വെയിറ്റ്. രവിയേട്ടനെ നേരത്തെ വിളിച്ചിരുന്നു. അപ്പൊ രവിയേട്ടനെ വിളിച്ച് കിട്ടിയില്ല. രവിയേട്ടൻ വിളിച്ചോ ഇല്ലയോ അറിഞ്ഞൂടാ. രവിയേട്ടൻ ഉണ്ടായിരുന്നോ? ഉണ്ട്, ഇപ്പൊ റെഡിയാണ്. ഞാൻ റെഡിയാണ്. കേട്ടുകൊണ്ടിരുന്നു. ഞാൻ വിജയ് കുമാറെ കേട്ടു. അലുമിനി അസോസിയേഷന്റെ വളരെ ആക്റ്റീവും ഊർജ്ജസ്വലനും എല്ലാ കാര്യത്തിലും എപ്പോഴും മുന്നിൽ നിൽക്കുന്ന രവിയേട്ടന്റെ വക ഒരു 2 വാക്ക് എല്ലാവരോടും. 90ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ട് രവിയേട്ട. ആൻഡ് ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. പാർട്ടിയിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നുണ്ട്, ദുബായിൽ നിന്നുണ്ട്, ഡൽഹിയിൽ നിന്നുണ്ട്. രവിയേട്ടനെ പോലെയുള്ള ഊർജ്ജസ്വലരാണ് ഞങ്ങൾക്കും ഒരുപാട് വഴികാട്ടി. രവിയേട്ടന്റെ വക ഒരു 2 വാക്ക്. ഓക്കെ. ഹലോ വെൽക്കം ടു ആൾ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് വേറെ തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവരുമായിട്ട് കാണുവാനും സംസാരിക്കുവാനും ഷെയർ ചെയ്യുവാനും. ഇതൊരു വേറൊരു പുതിയ തരം സ്വാതന്ത്ര്യമാണ്. നമ്മളുടെ അസോസിയേഷനായിട്ടോ നമ്മുടെ GCC അലുമിനീസുമായിട്ടോ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടായിരിക്കുന്നത്. ഹിയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കണേ ഞാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അങ്ങേയറ്റം സ്വാഗതം നേരുന്നു. ഇതൊരു നല്ല കാര്യം എല്ലാവർക്കും കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും. ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്തേ. ഞാൻ ഇൻഡിപെൻഡൻസ് ഡേ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഞാൻ രവിയേട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന. ഹലോ. പിന്നെ ഇന്ന് എല്ലാവരും അവരവരുടെ കഴിവുള്ള പല വ്യക്തികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. എന്താ ചെയ്യാൻ സാധിക്കാന്ന് വെച്ചാൽ കാണണം, കേൾക്കണം, സന്തോഷിക്കാം. Okay. So you will also maybe sing a song or something. Anil, please. പിന്നെ മധുവിന് ആദ്യം ഇതിനെ ശ്ലാഘനീയമായിട്ട് ഇതിന് ഇറങ്ങി പുറപ്പെട്ട ഇതിനെ മധുവിൻ ചെറിയിലെ എനിക്ക് പ്രത്യേകിച്ച് അഭിനന്ദിച്ചേ പറ്റൂ. ആദ്യം തയ്യാറെടുത്ത് ഇതിനൊരു ഇത് ചെയ്തതിൽ നിന്നാണ് ഇതിങ്ങനെ ഉരുത്തിരിഞ്ഞത്. ഇതിപ്പോ നമ്മൾ ആദ്യത്തെ ഒരു സംരംഭമായതുകൊണ്ട് ചില പാകപ്പിഴകൾക്ക് ഉണ്ടായാലും അതൊന്നും ഇല്ലെന്ന് കരുതി എല്ലാവരും നന്നായി പങ്കെടുത്ത് നല്ല വിജയമാക്കി തീർക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്യാൻ തയ്യാറാണ്. ഇവിടെ പലവടങ്ങളിൽ ഇരിക്കുന്നവർക്കായിട്ട് ഈ തത്തമംഗലം ചുറ്റൂര സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ഞങ്ങൾ GCCയുടെ അലുമിനിയുടെ പേർക്കും കുട്ടികൾക്കായിട്ടും പലർക്കായിട്ടും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാം ദൂരത്ത് നിന്നും വരാൻ പറ്റില്ല. ഇന്നത്തെ ചുറ്റുപാടുകൾ ഇനി എന്ന് നമുക്ക് കാണാൻ പറ്റുമെന്നോ നേരിട്ട് ഒന്നിച്ച് കൂടുവാൻ പറ്റുമെന്നോ അറിയില്ല. പക്ഷെ എല്ലാം ഇങ്ങനെ ഒരു അവസരം ഇടയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും തമ്മിൽ ഡിസ്കസ് ചെയ്യാം, തീരുമാനിക്കാം, പ്രാവർത്തികമാക്കാൻ ഇവിടെയുള്ള ഞങ്ങൾക്ക് സാധിക്കും. ഇത്രേ എനിക്ക് ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മുടെ പഴയ സ്ഥാപനത്തിനും നമ്മളെ ഇന്നിരിക്കുന്ന നിലയ്ക്കിരിക്കുന്ന ആ സ്ഥാപനത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. അത് ചെയ്യാൻ ഇന്നും തയ്യാറാണ്, ഇപ്പൊ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിലൊരു ചെറിയ സംഭവം നടന്നത് എല്ലാവർക്കും അറിഞ്ഞിട്ടാണ് വിചാരിക്കണം. നമ്മൾ സഹായിച്ച ഒരു കുട്ടി ഈ പ്രാവശ്യത്തെ പൊന്മുടിയിലുണ്ടായ ഇതില് മരണപ്പെട്ടു. വല്ലാത്തൊരു ഖേദകരമായ അവസ്ഥയായിരുന്നു. വളരെ നല്ലൊരു കുട്ടിയായിരുന്നു. നമ്മൾ 3 കൊല്ലമായിട്ട് ആ കുട്ടിക്ക് ധനസഹായം എല്ലാം ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ആ കുട്ടി കുറിയത്തെ മണ്ണിടിച്ചിലിൽ പെട്ട് മരിച്ചു. ഇവിടെ നിന്ന് പോകുമ്പോൾ 20 ദിവസം മുമ്പ് പോകുമ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചായിരുന്നു, MA പഠിക്കാൻ പോവാണ്, സഹായിക്കുമോ സാധിച്ചു. തീർച്ചയായിട്ടും പോയി വരൂ, നമുക്ക് വേണ്ട ചെയ്യാൻ മതി. പക്ഷെ പിന്നെ കേട്ട വിവരം മരണപ്പെട്ടതായിട്ടാണ്. വല്ലാത്ത സങ്കടമുണ്ട്. അതിന് നമ്മളെ എല്ലാവരുടെയും അനുശോചനം അറിയിക്കണം. എല്ലാവരുടെയും ഇതിന്റെ പേരിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. നല്ലൊരു പഠിക്കുന്ന കുട്ടിയായിരുന്നു. അങ്ങനെ പോയി. നമ്മൾ പല കുട്ടികൾക്കും പല സഹായങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരൊറ്റ ചുറ്റുപാട് എന്താ വെച്ചാൽ ആർക്കും നേരിൽ കാണാനോ എന്തുകൊണ്ട് പറ്റുന്നില്ല. പക്ഷെ ഇതൊരു സാധ്യതയാണ്. ഇത് ഇനിയും കൂടുതൽ വളർന്ന് പലതരത്തിലും ഇതിനെ നന്നാക്കാൻ സാധിച്ചാൽ, ഇങ്ങനത്തെ മീറ്റ് ഉണ്ടായാൽ നമുക്ക് അതിന് മധുരനെ പറ്റിയും അനിൽ നായരെ പറ്റിയും സുധീരെ പോലെയുമുള്ള കുറെ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതിനിടയിൽ ശശി സംസാരിക്കണ കേട്ടോ. ശശിക്ക് രവേട്ടിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ശശി ചെമ്മണങ്ങാട്ട് ലൈനിലുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ
നേരിട്ടുള്ള ഇല്ല രവിയേട്ട, പോയി ശശികുമാറിന് വേറൊരു മീറ്റിംഗ് ഉണ്ട്. റൈറ്റ് അതുകൊണ്ട് ശശികുമാർ ഓക്കെ ഞാൻ കണ്ടു. ഓക്കെ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും ഉണ്ട്, എല്ലാവരുടെയും കേൾക്കുവാൻ തയ്യാറായിട്ട് ആകാംക്ഷയോടെയും കാത്തിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും കാണുവാനും സംസാരം കേൾക്കുവാനും എന്റേതായ ചെറിയ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. എല്ലാവരോടും ഇതിൽ പങ്കെടുത്തതിന് അങ്ങേയറ്റം നന്ദിയുണ്ട്. പ്രത്യേകിച്ച് വൺസ് മോർ എ ബിഗ് താങ്ക്സ് ടു യു ഓൾ ഫോർ ദ ഓർഗനൈസേഴ്സ്. താങ്ക് യു സോ മച്ച് രവിയേട്ട. ഹലോ, താങ്ക് യു സോ മച്ച് രവിയേട്ട. താങ്ക് യു ഫോർ കമ്മിങ് ഇൻ. രവിയേട്ട അവിടെ തന്നെ ഇരിക്കണം. നമ്മുടെ പ്രോഗ്രാം ജസ്റ്റ് തുടങ്ങിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. 2:30 പറഞ്ഞ പോലെ നമ്മൾ കൃത്യം 2:30 മണിക്ക് തന്നെ ഹാളിലേക്കുള്ള എൻട്രൻസ് ടെക്നിക്കൽ ഇതെല്ലാം ചെയ്തു. 2:45 തന്നെ കൃത്യം നമ്മുടെ പരിപാടി തുടങ്ങി. പിന്നെ കുറച്ചുപേരായി പലരും എല്ലാവരും നമ്മളെല്ലാവരും സംസാരിക്കുന്നു. അപ്പൊ അതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം, ഒരു പ്ലസന്റ് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇൻഫാക്ട് നമ്മുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മുടെ കോളേജിൽ സംഗീതം അഭ്യസിച്ച് ഇന്ന് വളരെ പ്രഗത്ഭരായിട്ടുള്ള ചില സ്ഥാനങ്ങളിലും വളരെ പ്രഗത്ഭരായ ചിലരും നമ്മുടെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോ കോവിഡിന്റെ വളരെ ക്രൂഷ്യൽ സമയത്താണെങ്കിലും നിങ്ങൾക്കെല്ലാം അറിയാവുന്ന നമ്മുടെ അനുഗ്രഹീത കലാകാരൻ ബഹുമാനപ്പെട്ട ശ്രീരാം ഇപ്പോഴുണ്ട്. നമ്മുടെ ശ്രീരാം, can you hear me, ശ്രീരാം? Madhu, can you just unmute him? I think ശ്രീരാമിനെ yes ശ്രീരാം, yeah. I think ശ്രീരാം is ready with എന്താ പറയുക, സംഗീതം ആസ്വദിക്കാൻ സമയോ ഇതൊന്നും ഇല്ല എന്നാണ് പറയുക. ശ്രീരാം quite often live ആയിട്ട് വരാറുണ്ട്. I'm so happy to, you are actually making all of us excited that, you also have to do something, especially the camera is on, then you are ready with unexpected. Thank you so much, Mr. Sriram. Over to you. താങ്ക് യു. എല്ലാവർക്കും എന്നെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് ഞാൻ എന്റെ സുധീർ ശ്രീരാമിനെ കേൾക്കാവോ? മധു കേൾക്കാം. ഓക്കെ, ഈ ലൈനപ്പ് എങ്ങനെയാ വെച്ചാൽ ഞാൻ ഒരു ടിപ്പിക്കൽ നമുക്കിപ്പോ ഈ ആദ്യം എല്ലാവർക്കും എന്റെ പ്രണാമം. കാരണം ഒരുപാട് ശശിയേട്ടൻ, അനിൽ ഒരുപാട് എന്താ പറയാ കഷ്ടപ്പെട്ടിട്ടാണ് തോന്നുന്നു ഇത്രയും പേരെ ഒരുമിച്ച് നിർത്തിയത്. കാരണം ഇത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഈ സൂമില്. ഞാൻ എന്താ ഒന്നും ചെയ്തിട്ടില്ല അനിൽ, ഒന്നും ചെയ്തിട്ടില്ല ശ്രീരാം. സത്യം പറഞ്ഞ എല്ലാരെയും കമ്മ്യൂണിക്കേറ്റ് എല്ലാരെയും വിളിച്ചു എന്നുള്ളത്. അതാണ് GCC എന്ന് പറയുന്ന ആ ഒരു വികാരം തോന്നുന്നു. ദ സെയിം വേർഡ് വാട്ട് യു ടോൾഡ് മീ അനിൽ, ഇറ്റ് ഈസ് ഫോർ GCC, നോ ഐ ആം ദർ. ആ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയായിരുന്നു എല്ലാവരുടെ അടുത്തും. ഐ തിങ്ക് ഐ ഷുഡ് ബി ക്വൈറ്റ് വോക്കൽ ആൻഡ് ബി ഫ്രാങ്ക് ഓൺ ദാറ്റ്. അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരുടെ അടുത്തും. ഇപ്പൊ 83 പാർട്ടിസിപ്പൻസിന്റെ അങ്ങനെ തന്നെയായിരുന്നു. താങ്ക്സ് ശ്രീരാം. യെസ്, അത് മാത്രമല്ല, നമുക്ക് കോളേജിനകത്ത് ക്ലാസ് റൂമിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് നമ്മൾ കോളേജിന്റെ അന്തരീക്ഷമാണ്. അതുകൊണ്ട് GCC എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരു എന്താ പറയാ, എവിടുന്നെങ്കിലൊക്കെ ഒരു എനർജി വരും. അതാണ് അതിന്റെ സത്യം. അത് വയസ്സോ അപ്പൊ പെട്ടെന്ന് ഒരു നമ്മളുടെ വയസ്സൊക്കെ മറന്നിട്ട് നമ്മൾ കൂടുന്ന ഒരു ഇതാണ്. സാധാരണഗതിയിൽ നമ്മൾ കോളേജിനകത്ത് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെ ഇവിടെയൊക്കെ ഈ ചാറ്റൽ മഴ പോലെ അലുമിനിയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതിപ്പോ എല്ലാവരും ഉണ്ടല്ലോ. ലോകത്തെമ്പാടുമുള്ള നമ്മുടെ GCC ഉസ്താദുകൾ നമ്മൾ കാണുന്ന സമയത്ത് ഇറ്റ് പുല്ലരിക്കണു. വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് ഐ വിഷ് ടു എന്താ വെച്ചാൽ കൂടുതൽ സംസാരിച്ച് മുഷിപ്പിക്കില്ല ഞാൻ. എന്താ വെച്ചാൽ എൻ്റെ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഒരു പെർഫോമൻസ്. അപ്പൊ ഞാനിപ്പോ സ്റ്റുഡിയോക്കകത്ത് ഞാൻ വർക്ക് ചെയ്ത ഇതാണ് എൻ്റെ വർക്ക് റൂം, ഓഫീസ് റൂം എന്നൊക്കെ പറയില്ല, അതുപോലെ വർക്ക് റൂം. അപ്പോ ഇവിടുന്നാണ് മിക്കവാറും സമയങ്ങളിൽ ലൈവോ അങ്ങനെ എന്തൊക്കെ ചെയ്യാറ്. അതിപ്പോ കോവിഡ് ആയതുകൊണ്ട് വെളിയിൽ നിന്ന് ആരും പോകാനും ഉള്ള സ്ഥിതിവിശേഷമില്ലല്ലോ. പിന്നെ ഞങ്ങൾക്കിത് യൂസ്ഡ് ആണ്. കാരണം മ്യൂസീഷ്യൻസ് ഒക്കെ വന്നിട്ട് വളരെ വർഷങ്ങളായിട്ട് തന്നെ സ്റ്റുഡിയോക്കകത്ത് ഇരുന്നിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ലൈവ് ഷോസ് ഒക്കെ വന്നിട്ട് വരുമ്പോൾ മാത്രമേ പോകാറുള്ളൂ. ഐ വിഷ് ടു പ്രസന്റ് യു എ ഹംബിൾ സോങ് ഫോർ യു. ഒരു മിനിറ്റ്. ഞാൻ എല്ലാവരും ഹെഡ്ഫോൺസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല
കുറച്ചുകൂടി സ്റ്റീരിയോ ഫോണിക് ആയിട്ടുള്ള എഫക്ട്സ് ആയിരിക്കും കിട്ടുക. കാരണം ഹലോ ആർ യു ഗെറ്റിംഗ് ദ എഫക്ട്സ്? Yes. Yeah, fine. Then you can mute all the microphones on the speakers, because otherwise it will get looped. Hello. Yeah, only 1 or 2 is unmuted. Rest are muted. Yeah, fine. Joe? താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി ഒരുപാട് പേര് നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാനുണ്ട്. ഞാൻ അതുകൊണ്ട് വളരെ ഒരു ഷോർട്ട് പെർഫോമൻസ്, ഞാൻ ഇതുകൂടെ എന്താന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഫുൾ സോങ് പറഞ്ഞാൽ ഒരുപാട് ബോറാവും, ഒരുപാട് സമയമാവും. സോ
നന്ദി, നമസ്കാരം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. അതുപോലെ ഇനി ഒരുപാട് സീനിയേഴ്സ് ഉണ്ട് ഇവിടെ, അവരൊക്കെ സംസാരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അഗെയിൻ. മൈ ഹംബിൾ നമസ്കാരം to all seniors and wishes to all our respected members. Nandri, namaste. Thank you so much, Sriram ji. Thank you so much for being here. You need some more time with us. I'm sure you might, some of your old juniors or old seniors also. Everything is surprise. So we don't know who is going to come. That's fine. Thank you so much. We appreciate the value. Thank you. Anil, Thank you, Sriram. Anil, Yes. Shanti.